السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين ما بعد. How are you all? അനാൻ, അസ്ലം, നൈഫ, എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കാം. പിന്നെ ക്യാമറ ഓൺ ആക്കാം. ഓക്കെ, നിർബന്ധമായിട്ടും യു ഷുഡ് ഓൺ ദ ക്യാമറ ബിക്കോസ് സം കുട്ടികൾ വല്ലാണ്ട് ഡിസ്ട്രാക്ട് ആവുന്നുണ്ട്. ക്യാമറ ഓഫ് ആക്കിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് എനിക്കറിയില്ലല്ലോ. ദാറ്റ്സ് വൈ. സോ ഹിജാബ് നല്ലോണം ധരിച്ചിട്ട് ക്യാമറ ഓൺ ആക്കുക കേട്ടോ എല്ലാവരും. അസ്ലം ആൻഡ് സൽഹ, ഹനാൻ, ആ ഗ്രൂപ്പിൽ ടീച്ചർ അത് പറയാം. ഓക്കെ, സോ നമ്മൾ അൽഹംദുലില്ലാഹ് വി കംപ്ലീറ്റ് തഫ്ഹീം ആൻഡ് തർക്കീഖ്. തഫ്ഹീം തർക്കീഖ് കംപ്ലീറ്റ് ആക്കി. തഫ്ഹീം ലെറ്റേഴ്സ് എത്രയാണ്? വിച്ച് ആർ ദ 7 പെർമനന്റ് തഫ്ഹീം ലെറ്റേഴ്സ്? ഹെവി ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? ഹെവി ലെറ്റേഴ്സ് ഹുസ്സ, ദൗത്തിൻ, ഖിദ്. അപ്പൊ അത് ഏതെല്ലാം ലെറ്റേഴ്സ്? ഖ, സ്വാദ്, ضاد، غين، قاف അല്ലേ? എല്ലാവർക്കും ഓർമ്മയില്ലേ ഇത്? ഹുസ്സ, ദൗത്തിൻ, ഖിദ്. Everyone remembers? Yes or no? Yes. നൈഫ ഓർമ്മ ഉണ്ടോ? അനാൻ? Yes. യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 7 പെർമനന്റ് ഹെവി ലെറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഹെവി ആൻഡ് ലൈറ്റും ഉണ്ടാകുന്ന 3 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഹെവിനെസ് ആൻഡ് ലൈറ്റ്നെസ്. രണ്ട് ക്വാളിറ്റി ഉപയോഗിച്ച് ലെറ്റേഴ്സ് ഏതാണ് 3 ലാം, റോ, അലിഫ്. ലാമും റോയും അലിഫും. ലാം ഏത് വേർഡിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വിച്ച് വേർഡ്? സൽഹ, യു റിമെമ്പർ വിച്ച് വേർഡ് ഫോർ ലാം? അല്ലാഹു എന്ന് പറഞ്ഞ വേർഡ് മാത്രം അല്ലേ? If after heavy letter, it will be heavy. Before heavy. The letter, before it should be fatha or dhamma. ദമ്മ, യെസ്. ലൈറ്റ് ആണെങ്കിൽ ബിഫോർ ഇറ്റ്സ് എ കെസ്ര. പിന്നെ അലിഫിനെ കുറിച്ചിട്ട് എന്താ പഠിച്ചേ? അലിഫ് ഹെവിയും ലൈറ്റ് ആവുമ്പോഴാ? If alif is after heavy letters are heavy, it's pronounced heavy, and if it is after light letter, it is pronounced lightly. വെരി ഗുഡ്, മാഷാഅല്ലാഹ്. റോനെ കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റോ വിത്ത് ഫത്ഹ, റോ വിത്ത് ഫത്ഹതൈൻ, ദമ്മ, ദമ്മതൈൻ വിൽ ബി. ബാക്കി എല്ലാവർക്കും പറയാം. യെസ്, യു ഓൾ ക്യാൻ സേ. റോ വിത്ത് ഫത്ഹ, ഫത്ഹതൈൻ, ദമ്മ, ദമ്മതൈൻ എന്തായിരിക്കും? It's heavy or light? Heavy. Heavy. Yes. റോ വിത്ത് കെസ്ര ഓർ കെസ്രതൈൻ? Light. ആയിരിക്കും. സുക്കൂനുള്ള റോ, then the previous letter is fatha or dhamma, so ra will be heavy. Heavy. സുക്കൂനുള്ള റോ, previous letter is a kasra, ra will be It's light. Light. സുക്കൂനുള്ള റോ, then the again previous letter is another sukoon, and before that there's a fatha or a dhamma. It's heavy. Heavy. Yes. സുക്കൂണിലെ റോ, അതിന് തൊട്ട് മുന്നേയുള്ള അക്ഷരം, അതായത് പ്രീവിയസ് ലെറ്റർ ഇസ് ഓൾസോ സുക്കൂൻ, ദെൻ കെസ്ര അതിന് മുന്നേ വന്നാൽ ലൈറ്റ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റോ സുക്കൂന്റെ മുമ്പ് മദ് ലെറ്റർ ഓർ ലീൻ ലെറ്റർ യാ വന്നാൽ ഇറ്റ് വിൽ ഓൾസോ ബി ലൈറ്റ്. ത്വയ്ർ, ഖൈർ, ഖബീർ, ഖദീർ ഇങ്ങനെ വരും. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ പഠിച്ചത് എന്താണ്? സുക്കൂണിലെ റോന്റെ മുമ്പ് കെസ്ര വന്നാൽ ഹെവി എന്നല്ലേ? സോറി, ലൈറ്റ് എന്നല്ലേ? ലൈറ്റ്. സുക്കൂണിലെ റോന്റെ മുമ്പ് കെസ്ര വന്നാൽ ലൈറ്റ് എന്നാ പറഞ്ഞത്. പക്ഷെ ഖുറാനില് ഈ 5 വേർഡ്സ് നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ഹെവി ആയിരിക്കും. ഓക്കെ, ഇർസാദ്, മിർസാദ്, ഫിർഖത്തിൻ, ഖിർതാസ്, ലബിൽ മിർസാദ്. എങ്ങനെ വായിക്കണ്ടേ? ഇർസാദ്, മിർസാദ് അത് രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ, ജസ്റ്റ് ലെറ്റർ മാറ്റം ഉണ്ട് അല്ലെ? റൈമിങ് വേർഡ് പോലെ. ഇർസാദ്, മിർസാദ്. അപ്പൊ നമ്മൾ ശരിക്കും പഠിച്ച റൂൾ എന്താ? സുക്കൂണിലെ റോന്റെ മുമ്പ് കെസ്ര വന്നാൽ ഇറ്റ് വിൽ ബി ലൈറ്റ് എന്നാണ്. ഇർസാദ് എന്ന് വായിക്കാന്നാ പറയാ. ഇർസാദ്.
പക്ഷെ ഇവിടെ എന്തുകൊണ്ടായിരിക്കും ഹെവി വരുന്നത്? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ശരിക്കും ആ വേർഡ് ഒന്ന് ശ്രദ്ധിച്ചു. ആ റാന്റെ ശേഷം ഹെവി ലെറ്റർ Heavy letters. ആ വെരി ഗുഡ്. ആ റോ എന്ന അക്ഷരത്തിന് ശേഷം ഹെവി ലെറ്റർ ആയതുകൊണ്ട് സ്കോളേഴ്സ് പറയുന്നത് എന്താണ്, നമുക്ക് എളുപ്പമാണ് ഓതാൻ. ഹെവി ആയതുകൊണ്ട് വി ക്യാൻ റീഡ് ദ റോ ഹെവി. അതായിരിക്കും കുറച്ചും കൂടി പ്രിഫറബിൾ. ചില ആൾക്കാർ ലൈറ്റ് ഓതുന്നുണ്ട്, പക്ഷെ മോസ്റ്റ്ലി ഈ വേർഡ്സിന്, ഈ 5 വേർഡ്സ് ഇർസാദ്, മിർസാദ്, ഫിർഖത്തിൻ, കിർത്താസ്, ലബിൽ, മിർസാദ്, ഈ 5 വേർഡ്സിന് റോ ഇവിടെ ഹെവി ആയിരിക്കും. ഓൺലി ദീസ് 5 വേർഡ്സ് ഒന്ന് പഠിച്ചാൽ നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 2 വേർഡ്സ് ഇർസാദ്, മിർസാദ്, ഫിർഖത്തിൻ. ഓക്കെ, അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു ലേൺ ദിസ്. കാരണം ചിലപ്പോൾ നിങ്ങൾ ഇൻ ഫ്യൂച്ചർ വേറെ തജ്വീദിന്റെ കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ ഇങ്ങനെയല്ല പഠിപ്പിച്ചെന്നേ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഹെവി വന്നത് എന്നുള്ള ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. യു ക്യാൻ സേ സുക്കൂൺ റോന്റെ മുമ്പ് കെസ്ര ഉണ്ട്, ബട്ട് എക്സെപ്ഷണൽ കേസ് എന്ന് വേണമെങ്കിൽ പറയാം. എക്സെപ്ഷണൽ കേസ് എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ഇവിടെ സ്വാദ് ഹെവി ലെറ്റർ ആണ്. റോ കഴിഞ്ഞിട്ട് ഹെവി, റോ കഴിഞ്ഞിട്ട് കാഫ് ഹെവി, റോ കഴിഞ്ഞിട്ട് തോ ഹെവി. ഇവിടെ അങ്ങനെ തന്നെ. ഇതാണ് നമ്മൾ റോന്റെ റൂൾസ്. എല്ലാവർക്കും ക്ലിയർ ആയ? ഇത് നല്ല പച്ചവെള്ളം പോലെ ആയിനാ വിനോ? എന്താ ഉദ്ദേശിക്കുന്നത്? സ്മൂത്ത് ആയിനോ എന്നാ ചോദിക്കുന്നത്. യെസ് ഓർ നോ? യെസ് നോ? യെസ്. അസ്ലം ക്ലിയർ ആയിനാ മോനെ? യെസ്. ഫാത്തിമ, ഫാത്തി, നൈഫ, സൽഹ? യെസ്. ഓക്കെ, ഇന്ന് നമ്മൾ പുതിയ ലെസൺ തുടങ്ങാൻ പോകുന്നതാണ് മീം സാക്കിനന്റെ റൂൾസ്. മീം സാക്കിന എന്ന് പറഞ്ഞാൽ എന്താണ്? മീം വിത്ത് സുക്കൂൻ ഇസ് കോൾഡ് മീം സാക്കിന. നൂൻ വിത്ത് സുക്കൂൻ ഇസ് കോൾഡ് Noon sakin. നൂൻ സാക്കിന. അതേപോലെ സാക്കിന എന്ന് പറഞ്ഞത് അക്ഷരങ്ങൾക്ക് സുക്കൂന് കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ പേര് കൊടുക്കണം, സാക്കിന. അപ്പൊ മീം സാക്കിന ഇസ് എ മീം. ഇറ്റ് ഇസ് എ മീം ക്യാരിങ് എ സുക്കൂൻ. സുക്കൂനുള്ള മീമായിരിക്കും, അല്ലെങ്കിൽ ഹറക്ക ഇല്ലാത്ത മീം. ഹറക്ക ഇല്ലാത്ത മീം എന്ന് പറഞ്ഞാൽ കാലിയായിട്ട് കാണുന്നത്. ഖുറാനിൽ നിങ്ങൾ മീമിനെ ഒന്നും കാണൂല ചിലപ്പോ. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അത് സുക്കൂനുള്ള മീമിന്റെ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. മനസ്സിലായ? ചില മീമിന് ഖുറാനിലെ സുക്കൂന് ക്ലിയർ ആയിട്ട് ഉണ്ടാവും, ചില മീമിന് ക്ലിയർ ഒന്നും ഉണ്ടാവില്ല സുക്കൂന്. സോ ബി കെയർഫുൾ. ഇറ്റ് ഈസ് ഓൾസോ എ റൂൾ ഓഫ് മീം സാക്കിന വിച്ച് ഇസ് അപ്ലൈഡ്. ഓക്കെ, there are 3 rules of മീം സാക്കിന. മീം സാക്കിനക്ക് 3 റൂൾസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ എവരിവൺ? യെസ്. ഓക്കെ, മീം എവിടുന്നാ വരുന്നത്? ഏത് മഖ്റജാണ് മീം? നെയിം ദ മഖ്റജ് ഓഫ് മീം. ഷഫത്താൻ, ലിപ്സ് അല്ലെ? എന്ന് പറയുമ്പോ ചുണ്ടാ ഉപയോഗിക്കുന്നത്. അപ്പോ ചുണ്ടുകൾ ഉപയോഗിച്ച് വരുന്നത് കാരണം ഈ റൂൾസിന്റെ പേരിൽ എപ്പോഴും എന്താ ഉണ്ടാവുക? ഷഫവി എന്ന് പറയുന്ന പേരുണ്ടാവും. ഷഫത്താൻ അല്ലേ? ഷഫത്താനാണ് മീമിന്റെ മഖ്റജ്. ഓക്കെ, മീമിന്റെ പ്ലേസ്, മീമിന്റെ വീട് ഏതാണ്? ഷഫത്താൻ. സോ ഈ 3 റൂൾസിലും എപ്പോഴും ഷഫവി ഉണ്ടാവും. ഷഫവി, ഷഫവി, ഷഫവി. മീമിന്റെ റൂൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്, നൂനിന്റെയും റൂൾസ് പഠിക്കുന്നുണ്ട്. അത് കാരണം നമുക്ക് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാനാണ് ഷഫവി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആരുടെ റൂൾസ് ആണ്? ഹൂസ് റൂൾ ഇസ് ഇറ്റ്? ഷഫവി മീം. നൂനാന്ന് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അത് മനസ്സിലായി. നെക്സ്റ്റ് പോയിന്റ്, വിച്ച് ആർ ദ 3 റൂൾസ്? ലെറ്റ്സ് സീ. ഫസ്റ്റ് വൺ, ഇഖ്ഫ ഷഫവി. ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും, ഇങ്ങനെ തന്നെ പഠിക്കണം. ഇഖ്ഫ ഷഫവി, അൽ ഇഖ്ഫ ഷഫവി. എന്താണ് ഇഖ്ഫ ഷഫവി? ഷഫവി എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? എക്സാമിന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ? വൈ ഷഫവി? ലിപ്പ് എന്ന് മീം വരുന്നത് കൊണ്ട് we say all the rules of meme as ഷഫവി. Okay, so meme സാക്കിന്റെ ഫസ്റ്റ് റൂൾ ആണ് ഇഖ്ഫ ഷഫവി. Can you all pronounce it letter properly? This word ഇഖ്ഫ ഷഫവി. ഇഖ്ഫ ഷഫവി. ഇങ്ങനെ വായ കൊണ്ട് നല്ല സ്മൂത്ത് ആവണം കേട്ടോ. ഇഖ്ഫ ഷഫവി എന്ന് പറഞ്ഞാല് ഫസ്റ്റ് നമുക്ക് മീനിങ് നോക്കാം. ഇഖ്ഫാന്റെ അർത്ഥം ടു ഹൈഡ്, ഒളിച്ചിരിക്കുന്നു. മനസ്സിലായ? ഒളിച്ചിരിക്കുന്നു. എന്താണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത്? മീമാണ്. മീമിന്റെ റൂൾ ആയതുകൊണ്ട് മീം ഇസ് ഹൈഡിങ്. ഓക്കെ, ഏത് ലെറ്ററിനെ കുറിച്ചാണ് പറയുന്നത്? ആ ലെറ്ററിനാണ് ആ ചേഞ്ചസ് വരുന്നത്. സോ ഇഖ്ഫ മീൻസ് ടു ഹൈഡ്. വിച്ച് ഇസ് എ ലെറ്റർ വിച്ച് ഇസ് ഹൈഡിങ്? മീം സാക്കിന. മനസ്സിലായല്ലോ? ഇനി എപ്പോഴാണ് അത് ഹൈഡ് ആവുന്നത്? സുക്കൂനുള്ള മീം കഴിഞ്ഞിട്ട് ബ കണ്ടാൽ
വി അപ്ലൈ ഇഖ്ഫ ഷഫവി. നമ്മൾ മീമിന് 2 സെക്കൻഡ് ഹൈഡ് ചെയ്യും. അതായത് 2 സെക്കൻഡ് ഉന്ന കൊടുക്കും. ഉന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? യു റിമെമ്പർ വാട്ട് ഇസ് ഉന്ന? ഉന്ന Distress. നേസൽ സൗണ്ട്, Nasal. മൂക്കുന്ന് വരുന്ന സൗണ്ട്. അപ്പോ മീം സാക്കിനൊക്കെ ശേഷം ബ വന്നാൽ നമ്മൾ മീമിനെ 2 സെക്കൻഡ് ഹൈഡ് ചെയ്യും. അതായത് ഇഖ്ഫ ചെയ്യും. ഖഫി നിങ്ങളെ വേർഡ് ഇല്ലേ, അതിന്റെ അർത്ഥം എന്താ? ഹൈഡിങ് ആണ്. അപ്പോ മീമിനെ ഹൈഡ് ചെയ്തിട്ട് ബ ഉച്ചരിക്കും. സോ ലെറ്റ് സീ ഹൗ ഇറ്റ് ഇസ് അപ്ലൈഡ്. വെൻ ദ ലെറ്റർ ബ ഫോളോസ് എ മീം, അതിന്റെ അർത്ഥം എന്താണ്? മീം സാക്കിനൊക്കെ ശേഷം ബ വന്നാൽ then hide the meme sakina with gunna of 2 seconds. 2 ഹറക്കാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ്സിന്റെ അതേ അളവാണ്. ഇനി നമുക്ക് പറയാം വതുസക്കീഹിം ബിഹ. ഇങ്ങനെയാണ് വേർഡ്. സോ ഹൗ വിൽ വി റീഡ്? വതുസക്കീഹിം ബിഹ. ഇങ്ങനെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ആക്കുന്ന മാത്രമേ ഉള്ളൂ. ഭയങ്കര ക്ലിയർ ആയിട്ട് മീമിനെ പ്രൊണൗൺസ് ചെയ്യൂല. ഹൈഡിങ് ആണ് സംഭവിക്കുന്നത്. സോ ബി കെയർഫുൾ. മീമും ബാവും ഒരേ പ്ലേസ് അല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടാ. ഷഫത്താനാണ്, ലിപ്സിൽ നിന്ന് വരുന്ന ലെറ്റേഴ്സ് തന്നെയാണ് മീം ആൻഡ് ബ. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഫ്ലുവൻസി, എന്താ പറയാ, മര്യാദയ്ക്ക് നമുക്ക് ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു പോകണം എന്നാണ് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തന്നെയാണ് ഓതിയത്. പക്ഷെ അവര് ഓതുന്ന സമയത്ത് ഇങ്ങനെ ഇഖ്ഫ ഷഫവി, ഇദ്ഗാം ഷഫവി ഇങ്ങനെയുള്ള വേർഡ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അത് ലേറ്റർ ഓൺ ആണ് അത് റൂൾസ് കണ്ടുപിടിച്ചത്. ബിക്കോസ് ആളുകൾ തമ്മിൽ പ്രശ്നങ്ങൾ വരുന്നത്, ഞാൻ പഠിച്ച ഖുറാനാ ശരി, നീ പഠിച്ച ഖുറാനാ ശരി, ഇങ്ങനെ പറഞ്ഞിട്ട് സഹാബാക്കളുടെ ഇടയിൽ തന്നെ അവരെ ജീവിക്കുന്ന സമയത്ത് തന്നെ കുറെ ആൾക്കാർ അടിയാക്കിയിട്ടുണ്ടായി. അതായത് ഫൈറ്റിങ്, കോറലിംഗ് ഫോർ ദിസ് റീസൺ. സോ പണ്ഡിതന്മാർ എന്ത് ചെയ്തു? ഈ ബുക്കാക്കി. ഇതിന് വേണ്ടിയിട്ട് ഒരു ബുക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു പോയം പോലെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ എഴുതി വെച്ച്. അതാണ് നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത്. സോ വതുസക്കീഹിം ബിഹ. ഈ ഭാഗത്തൂലെ വതുസക്കീഹിം എന്ന് പറഞ്ഞിട്ട് സ്പീഡിൽ ഓതാൻ പാടില്ല. മീമിന് 2 സെക്കൻഡ് കുന്ന കൊടുക്കുക. വതുസക്കീഹിം ബിഹ. അത് ബ വന്നാ മാത്രാണ്. ഓക്കെ, ബി കെയർഫുൾ. വേറെ അക്ഷരങ്ങളുണ്ട്, 28 അക്ഷരങ്ങളുണ്ട് നമുക്ക് അറബിയിൽ. നമുക്ക് അതെല്ലാം പഠിക്കണം. ഇത് ബാനെ കുറിച്ചിട്ട് മാത്രമാണ് പറയുന്നത്. സോ വെൻ യു സീ എ ബ ആഫ്റ്റർ എ മീം സാക്കിന, വി വിൽ ഹൈഡ് ദ മീം, അതായത് ഇഖ്ഫ ചെയ്യും. ആൻഡ് ഡു ഗുന്ന ഓഫ് 2 സെക്കൻഡ്സ്. അപ്പൊ വെറുതെ ഇങ്ങനെ പറയണ്ട. നോക്ക്, ഇപ്പൊ നമ്മൾ മലയാളത്തിൽ അമ്പ എന്ന് പറയൂലേ, അമ്പ അമ്പ, അത് വേറെ സൗണ്ടാണ്. ഇങ്ങനെയാണെങ്കിലോ എന്താ ഇതിൽ ഡിഫറൻസ് വരുന്നത്? 1 ആണോ ശരി, 2 ആണോ ശരി ഈ റൂളിൽ? 1 ഈ ഞാനിപ്പോ പഠിപ്പിച്ചെന്ന റൂളില് ഇസ് ഇറ്റ് 1 അമ്പ ഇങ്ങനെയാണോ ശബ്ദ പോലെ, അല്ലെങ്കിൽ അമ്പ? റിമെമ്പർ ദ നെയിം ഓഫ് ദ റൂൾ. ഹൈഡിങ്, ഇഖ്ഫ ഷഫവി. അപ്പൊ 1 ആയിരിക്കോ 2 ആയിരിക്കോ? നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കിയ. 2 അല്ല പറയുന്നത്. The answer is 2. ഓക്കെ, മനസ്സിലായി മാത്? എന്തുകൊണ്ട് ടീച്ചർ അങ്ങനെ പറഞ്ഞത്? നമ്മൾ മെല്ലെ മീമിനെ അവിടെ കുറച്ച് ടൈം അവിടെ കൊടുക്കുന്നതാണ്, 2 സെക്കൻഡ്സ്. എന്നിട്ടാണ് ബ ഉച്ചരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ചെറുങ്ങനെ ഹൈഡ് ചെയ്യുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വെളിവാക്കുന്നില്ല, ക്ലിയർ ആയിട്ട് പറയുന്നുമില്ല, ശബ്ദമൊന്നും കൊടുക്കുന്നില്ല. സമാധാനത്തിലാ ഓതുന്നത്, അല്ലാണ്ട് ഇങ്ങനെ ആക്കുന്നില്ല. ഇങ്ങനെ ശബ്ദം കൊടുത്തിട്ട് ഫോഴ്സ്ഫുള്ളി വി ആർ നോട്ട് ഡൂയിങ്, വി ആർ നോട്ട് പ്രൊണൗൺസിങ് ദ ബ. ക്ലിയർ എവരിവൺ? ഇമാദ് മനസ്സിലായ? ഓക്കെ, അത് ഈ ഒരു ഉച്ചാരണം ടീച്ചർ ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാണ്. ഏകദേശം സെയിം സൗണ്ട് ആണ് അല്ലെ? 1 and 2 has the same sound, but give a proper time, give proper timing. അതാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ ഓതുമ്പോ സൂറത്തുൽ ബഖറ ഓതുമ്പോ ഇതെല്ലാം വരും അല്ലെ, ഇഖ്ഫ ഷഫി എല്ലാം ഉണ്ടാവും. കാരണം അത്രയും വലിയ സൂറത്തായതുകൊണ്ട് ഫുള്ള് റൂൾസ് നിറഞ്ഞു കിടക്കാം. ഖുറാനിലെല്ലാം റൂൾസ് ഉണ്ട്. പക്ഷെ ബക്കറ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓതുമ്പോഴേക്കും വെള്ളം പോലെ ആവും.
ഇനി ഏത് ഭാഗവും നിങ്ങൾക്ക് ഓതാൻ പറ്റും അല്ലേ? സോ അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്. ഇതെങ്ങനെ എനിക്ക് ഓതുന്നത്? ഹൗ ടു റീഡ് ദിസ്? فاحكم فاحكم بينهم فاحكم 2 seconds غنة 2 seconds nasal sound. فاحكم بينهم. ഓക്കെ. പിന്നെ അറബിയിൽ എഴുതുന്നാണെങ്കിൽ സോറി മലയാളത്തിൽ എഴുതുന്നാണെങ്കിൽ فاحكم 2 seconds غنة بينهم. മനസ്സിലായോ? Don't do like this. മനസ്സിലായോ? നമ്മൾ ഇതാണ് കറക്റ്റ്. ദിസ് വൺ. ഫഹ്കും ബൈനഹും. ഡോണ്ട് സേ ഫഹ്കും ബൈ. അങ്ങനെ ആവരുത്. സൗണ്ട് ആവരുത്. ക്ലിയർ? അത് ടീച്ചർ പറഞ്ഞതാണ്. പക്ഷെ ചിലപ്പോ നിങ്ങൾ ഓതുമ്പോ അത് മിസ്റ്റേക്ക് ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. ബട്ട് ഇതാണ് പ്രൊസീജിയർ. ഇങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. സമാധാനത്തിൽ ലിപ്പ് ക്ലോസ് ചെയ്യുക. ദെൻ ബാന് വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുക. അങ്ങനെ. ഇതാണ് ഇഖ്ഫാ ഷഫവി. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? ഇഖ്ഫാ ഷഫവിന്റെ അക്ഷരം ഇതാണ്. വാട്ട് ഇസ് ദ ലെറ്റർ ഓഫ് ഇഖ്ഫാ ഷഫവി? ബ. ഓക്കെ. ഇഖ്ഫാ ഷഫവിന്റെ അക്ഷരം ബ. ഏത് ലെറ്ററിന്റെ റൂളാണ് ഇഖ്ഫാ ഷഫവി? മീം സാക്കിൻ. വെരി ഗുഡ്. മീം സാക്കിനിന്റെ റൂളാണ്. പക്ഷെ ഇഖ്ഫാ ഷഫവിന്റെ ലെറ്റർ ബ ആണ്. ഇങ്ങനെ ചോദിക്കണം. ഇങ്ങനെ എക്സാം ഉണ്ടാവും. വാട്ട് ഇസ് ദ ലെറ്റർ ഓഫ് ഇഖ്ഫാ ഷഫവി? വാട്ട് ആർ ദ ലെറ്റേഴ്സ് ഓഫ് ജൗഫ്? വാട്ട് ആർ ദ ലെറ്റേഴ്സ് ഓഫ് ഹൽക്ക്? വാട്ട് ആർ ദ ലെറ്റർ ഓഫ് ഷഫവി? ഇങ്ങനെല്ലാം ചോദിക്കും. ഓക്കെ. സോ ടു ഹൈഡ് ലെറ്റർ ഒന്നേ ഉള്ളൂ, ബ ആണ്. എന്താ പറയുന്നത്? മീം സാക്കിനൊക്കെ ശേഷം ബ കണ്ടാൽ നമ്മൾ 2 സെക്കൻഡ് മണിക്ക ഹൈഡ് ചെയ്യുന്ന പോലെ. എന്നിട്ട് ബ ഉച്ചരിക്കുക. രണ്ടാമത്തെ റൂളാണ് ഇദ്ഗാം ഷഫവി. 3 റൂൾസ് ഉണ്ടെന്നല്ല പറഞ്ഞേ. ഇത് ഈസിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ടീച്ചർ ഇന്ന് 3 കൊടുക്കുക. ഇദ്ഗാം ഷഫവി എന്ന് പറയുന്നത് എന്താണ്? മേർജിങ്. നൈഫ, യു ഹാവ് ഡൗട്ട്? എനിവൺ? ഇവിടെ ഉണ്ട് കുറച്ച് എക്സാമ്പിൾസ്. ഒരു മിനിറ്റ്. يعظكم به وكلبهم باسط ترميهم بحجارة. കിട്ടുന്നുണ്ട് അങ്ങനെ ഓതാന്? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി എന്റെ കൂടെ. يعظكم به 2 seconds 1 2 എന്ന് വിരലോട് കൗണ്ട് ചെയ്യുക കേട്ടോ. يعظكم به. റിപ്പീറ്റ്. به وكلبهم باسط. കറക്റ്റ് നിങ്ങൾ 2 seconds മണിക്കണം കേട്ടോ. 2 seconds വിരലോണ്ട് 1 2 ഇങ്ങനെ എണ്ണണം. കൗണ്ട് ചെയ്തിട്ട് വേണം അത് കംപ്ലീറ്റ് ആവാൻ. നെക്സ്റ്റ് വേർഡ് തർമീഹിം ബിഹിജാറതൻ. ബിഹിജാറതൻ. ചിലപ്പോ ചെറിയൊരു എറർ ഉണ്ടാവും കേട്ടോ ടൈപ്പിംഗ് എറർ. ഓക്കെ. നെക്സ്റ്റ് റൂൾ ഈസ് ഇദ്ഗാം ഷഫവി. ഷഫവീനെ എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? വൈ ഷഫവി? എന്തുകൊണ്ട് ഷഫവി എന്ന് പറഞ്ഞ പേര്? അതുകൊണ്ടാണ് മീമിന്റെ നിയമങ്ങൾക്ക് ഷഫവി എന്ന് പറഞ്ഞ പേരിടുന്നത്. മനസ്സിലായ? എപ്പോഴും ഇത് ഓർക്കണം. ഷഫവി എന്ന് വിളിക്കാൻ കാരണം മീം ഷഫത്താനാണ്, ലിപ്സ് ആണ്. ഫസ്റ്റത്തെ റൂൾ ഇഖ്ഫാ ഷഫവി. സെക്കൻഡ് റൂൾ ഇദ്ഗാം ഷഫവി. ഇദ്ഗാമിന്റെ അടുത്താണ് മേർജ്. മേർജ് എന്താണ്? 1+1 2. അതുപോലെ ഒന്ന് മറ്റൊന്നിലേക്ക് ചേർത്തിട്ട് ഒന്നിച്ചോതുന്നത്. അതാണ് മീനിങ്. ഫോർ എക്സാമ്പിൾ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പിട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതെന്തായാലും ഫുള്ളായിട്ട് ഡിസോൾവ് ആവൂലേ? യെസ്. അല്ലെ? അത്യാവശ്യത്തിന് പഞ്ചസാരയിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ ഡിസോൾവ് ആവും. ഡിസോൾവ് എന്ന് പറഞ്ഞാൽ കലങ്ങും അല്ലേ?
കുറെ ഇട്ടാലാണ് അവിടെ കുറച്ച് ബാക്കി ഉണ്ടാവുക. പക്ഷെ ആവശ്യത്തിന് കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡിസോൾവ് ഫുള്ളി. ഒന്ന് മറ്റൊന്നിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഒരു ഷുഗർ സൊല്യൂഷൻ ആയി, അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ ആയി. അപ്പൊ അതേപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് ഇദ്ഗാം ഷഫവിയില്. അപ്പോ എന്താണ് ലെറ്റർ മീം? മനസ്സിലായ? മീം സാക്കിനക്ക് ശേഷം വേറെ മീം വന്നാൽ, അതാ പറയുന്നത്, മീം സാക്കിനെ കഴിഞ്ഞിട്ട് ഹറക്കുള്ള മീം. ഹറക്കുള്ള മീം എന്ന് പറഞ്ഞാൽ ഫത്ഹ കസ്റ ദമ്മ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും? ഒറ്റ മീമാക്കിയിട്ട് ശ്രദ്ധയോടുകൂടി ഉച്ചരിക്കും. ഓക്കെ, ഇഫ് ദർ ഇസ് വൺ മീം സാക്കിന and after that another meme with a haraka, which are the three harakat? Fatha, kasra, dhamma. അപ്പൊ ഒരു മീം സാക്കിനെ കഴിഞ്ഞിട്ട് വേറെ മീം വിത്ത് ഹറക്ക വന്നാൽ ഒറ്റ മീമാക്കിയിട്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി. ഓക്കെ, അത് നമുക്ക് നോക്കാലോ. എക്സാമ്പിൾ നോക്കിക്കോ. ലഹും, നോക്ക്, ലഹും എന്ന് പറഞ്ഞ വേർഡ്, അത് കഴിഞ്ഞിട്ട് അഗെയിൻ മാ വരുന്ന വേർഡ്. രണ്ടും ഡിഫറെന്റ് ആണേ. പക്ഷെ ഓതുമ്പോ എന്താ സംഭവിക്ക? നമ്മള് ലഹും ഒറ്റ മീമാവും, ലഹും. അപ്പൊ നാം എന്താ പഠിച്ചത്? ശ്രദ്ധയുള്ള മീം കണ്ടാൽ എത്ര സെക്കൻഡാ മുന്നേ കൊടുക്കണ്ടേ? ഫസ്റ്റ് പഠിച്ച റൂളും 2 seconds. ഓക്കെ, ഡോണ്ട് ഡു 3 seconds. ടീച്ചർ പഠിപ്പിച്ചു തന്നിട്ടില്ലേ 2 seconds ആന്ന്? അപ്പൊ ഞാൻ 3 സെക്കൻഡ് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് റോങ് ആണ്. ലഹും അങ്ങനെ ആക്കണ്ട. മേർജിങ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇദ്ഗാമിന്റെ വേർഡ് മീനിങ് മേർജിങ് ആണ്. അപ്പൊ ഒറ്റ മീമാക്ക, എന്നിട്ട് ഓതാ ലഹും അലൈക്കും മിൻ ഫമിൻഹും മൻ. ഇവിടെ ശ്രദ്ധിക്ക, അലൈക്കും മിൻ എന്ന് പറഞ്ഞ വേർഡിൽ നമുക്ക് ഖുറാനില് അല്ല ടീച്ചറിന്റെ മൊബൈലിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കെസ്ര ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അത് കെസ്ര കറക്റ്റ് ആണേ. ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ ഫത്ഹ. ഫത്ഹ ആണെങ്കിൽ ഇതാ വരാം, ഇപ്പുറത്തെ സൈഡിലുള്ളത് ഇതാ. ഫത്ഹ ആണെങ്കിൽ ശബ്ദന്റെ മേലെയാണ് ഫത്ഹ വരാ. കെസ്റുള്ള ശബ്ദം ഉണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അത് രണ്ടും കറക്റ്റ് ആണ്. അതർവൈസ് ദിസ് വേ ഓൾസോ, ഇങ്ങനെ. ഓക്കെ, നമ്മൾ സാധാരണ ഒന്നുമല്ല, ഇങ്ങനെയും കറക്റ്റ് ആണ്. ദിസ് വേ ഓൾസോ ഇസ് റൈറ്റ്. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ദിസ് ഇസ് അലൈക്കും മിൻ. കണ്ട, ഒറ്റ മീമാക്കിയിട്ട് ഞാൻ ഉച്ചരിച്ചു. ഫമിൻഹും മൻ. ഓക്കെ, ക്ലിയർ എവരിവൺ? ഇതാണ് ഇദ്ഗാം ഷഫവി. ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? റംസാന് മാത്രം ഡൗട്ട് ഇല്ലാത്തത്, ബാക്കി എല്ലാവർക്കോ? സൽഹ ക്ലിയർ ആയി. ഫാത്തിമ, ഫാത്തി, ഷസ, നൈഫ, അസ്ലം ക്ലിയർ ആയി. ക്ലിയർ? അപ്പോ ഇവിടെ പറഞ്ഞ 2 സെക്കൻഡ് അല്ലേ? 2 സെക്കൻഡ് കൊടുക്കണം. 3 സെക്കൻഡ് ആവാൻ പാടില്ല, കറക്റ്റ് 2 സെക്കൻഡ് തന്നെ ആവണം. ഓക്കെ, പിന്നെ പറയാനുള്ള കാര്യം, അപ്പൊ നമ്മൾ എത്ര റൂൾ പഠിച്ചു ഇപ്പൊ? ഇത് മീമിന്റെ ഏതെല്ലാം 2 നിയമങ്ങൾ ഇപ്പൊ പഠിച്ചത്? ഫസ്റ്റ് വൺ ഇദ്ഗാം ഷഫവി. ഇഖ്ഫാ ഷഫവിന്റെ അക്ഷരം ഏതാണ്? ഇദ്ഗാം ഷഫവിന്റെ അക്ഷരം ഏതാണ്? മീം. ഓക്കെ, വെരി ഗുഡ്. സോ ഏത് ലെറ്ററിന്റെ റൂളാണ് നമ്മൾ പഠിക്കുന്നത്? മീമിന്റെ ലെറ്റേഴ്സിന്, മീമിന്റെ നിയമങ്ങൾക്ക് നമ്മളൊരു എക്സ്ട്രാ പേര് എന്താ കൊടുക്കുന്നത്? ഷഫവി എന്ന് പറഞ്ഞ പേര് കൊടുക്കും. സോ ദാറ്റ് നമുക്ക് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ. ഓക്കെ, ലാസ്റ്റത്തെ റൂളാണ് ഇസ്ഹാർ ഷഫവി. ഇസ്ഹാർ എന്ന് പറഞ്ഞാല് ക്ലിയർ, ക്ലിയർ ആക്കുന്ന ഇവിടെ മീമിനെ. ഓക്കെ, ഓൾ ദ റിമൈനിങ് ലെറ്റേഴ്സ് എക്സെപ്റ്റ് ഫോർ മീം ആൻഡ് ബ. കണ്ട, ആദ്യം നമ്മൾ 2 ലെറ്റേഴ്സിനെ പഠിച്ചു, ബാവും മീമും പഠിച്ചു. ഇവിടെ പറയുന്നത് എന്താണ്? മീമും ബാവും ഒഴിച്ചിട്ട്, അതായത് ഇഖ്ഫാ ഷഫവിയും ഇദ്ഗാം ഷഫവിയിലെ ലെറ്റേഴ്സ് ഒഴിച്ചിട്ട് ബാക്കി വരുന്ന 26 അക്ഷരങ്ങളും ഇസ്ഹാർ ഷഫവി ആയിരിക്കും. അപ്പൊ ഇത് ഭയങ്കര ഈസിയാണ്, ഒന്നും ചെയ്യണ്ട, മണിക്കണ്ട, ക്ലിയർ ആയിട്ട് തന്നെ ഉച്ചരിക്കാം. ഓക്കെ, സി ഹും ഫീഹ അലൈഹിം വലദ്ദാല്ലീൻ.
ലം യലിദ് വലം യൂലദ് അലൈഹിം ത്വയ്റുൻ അബാബീൽ. ഒന്നുമില്ല, കണ്ട? മീമിന് ശേഷം ബാക്കി ഏത് അക്ഷരങ്ങൾ വന്നാലും മീമിനെ ക്ലിയർ ആക്കണം, മണിക്കണ്ടാന്ന്. ജസ്റ്റ് ഡു ദ ക്ലിയർനെസ്. ഇസ് ഇറ്റ് ക്ലിയർ നൗ? ഇപ്പൊ ഇസ്ഹാർ ആയ എല്ലാരിക്കും? യെസ്. ഇസ്ഹാറിന്റെ അർത്ഥം എന്താണ്? Clear. ക്ലിയർ. അപ്പോ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ദിസ് ഇസ് ഇനഫ് ഫോർ ടുഡേ. സോ നമുക്ക് ഖുറാൻ ഒന്ന് നോക്കണം. ഓക്കെ, വി നീഡ് ടു റീഡ് ദ ഖുറാൻ. നമുക്ക് റൂൾസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് നമ്മുടെ സക്സസ്. നമുക്ക് സക്സസ് ആണെങ്കിൽ വി നീഡ് ടു നോ ഹൗ ടു ഐഡന്റിഫൈ ഈച്ച് റൂൾ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ സൂറത്ത് മുതൽ എടുക്കാം. വി ക്യാൻ ടേക്ക് ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിലെ ഓക്കെ, ഇവിടെ നമ്മൾ പഠിച്ചല്ലേ, ഏതൊക്കെ റൂൾസാ പഠിച്ചത് അതെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, ഹുവല്ലാഹു. ഇസ് Allah heavy or light? The lamb in Allah heavy or light? Heavy. അഹദ് എന്ന് പറഞ്ഞ വേർഡിലെ കൽക്കല ലെറ്റർ ഏതാണ്? ദാൽ. വെരി ഗുഡ്, ദാൽ. അല്ലാഹു സ്റ്റാർട്ടിങ്, is it heavy or light? Heavy. Very good. Lam yalid. What is the rule of meme? മൂന്ന് റൂൾസ് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി എഴുതിത്തരാം. ഇഖ്ഫ ഷഫവി, ഇദ്ഗാം ഷഫവി, ഇസ്ഹാർ ഷഫവി. ഓക്കെ, ഇവിടെ എഴുതിത്തരാം. നിങ്ങൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. നൗ ടെൽ മീ. ലം യലിദ്, മീമിന്റെ ഏത് റൂള്? ഇസ്ഹാർ, ബിക്കോസ് ഇറ്റ് ഇസ് ക്ലിയർ. നമ്മൾ പഠിച്ചിട്ടില്ലേ, മീമിന് ശേഷം യാണ് വന്നിട്ടുള്ളത്. വലം യൂലദ്, ഇവിടെയോ? ഇസ്ഹാർ തന്നെ. വെരി ഗുഡ്. വലം യകുല്ലഹു, വെരി ഗുഡ്, ഇസ്ഹാർ. ഓക്കെ, ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ പഠിച്ചത് ഇതാണ്. ബാക്കിയുള്ളത് ഇനി വരും ഇൻഷാ അല്ലാഹ്. പറയുന്നത് മാത്രം ഇപ്പൊ പഠിക്കാം. വംറഅതുഹു, ഇവിടെ മീമിന് ശേഷം റോ. What is that? ഇസ്ഹാർ. ഇസ്ഹാർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ? ഓക്കെ, ഇനി നെക്സ്റ്റ്. ഇസ്ഹാർ വേഗം കിട്ടും കേട്ടോ, മനസ്സിലായ? ഇറ്റ് ഇസ് നോട്ട് സോ ടഫ്. നെക്സ്റ്റ്, ഇവിടെ നോക്കിയ സൂറത്തുൽ ഖുറൈശിലെ 4-ാമത്തെ ആയത്ത്, അല്ലസീ അത്അമഹും മിൻ. ഇദ്ഗാം രണ്ടെണ്ണം ഉണ്ട് അവിടെ, ശ്രദ്ധിച്ചു നോക്കിയ. വേറെ ഏത് വേർഡിലെ ഇദ്ഗാം വരുന്നേ? ഇദ്ഗാം ഷഫവി. വഅമനഹും. കണ്ടാ, മീമിന് ശേഷം വേറെ മീമ്. അപ്പൊ വഅമനഹും മിൻ, ഇങ്ങനെയല്ല ഓതണ്ടേ. ഇവിടെയോ? വെരി ഗുഡ്. അത്അമഹും മിൻ. Can you see this one? Yes. സൂറത്തുൽ ഫീൽ നോക്കിയാ, which rule is this? വെരി ഗുഡ്. അപ്പൊ അത് ഇത് ഇഖ്ഫ ഷർവി. തർമീഹിം ബി, നമ്മൾ എന്താക്കും? 2 seconds മണിക്കും, ഹൈഡിങ്, എന്നിട്ട് ബാവിച്ചിരിക്കും. തിരക്കിട്ടിട്ട് തർമീഹിം ബി ഹിജാറത്തിൻ ഇങ്ങനെ ഓതണ്ട. ഇപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ഈ സൂറത്ത് ഓൾറെഡി അറിയുന്നുണ്ടാവും, ഫീൽ ചെറിയ സൂറത്തല്ലേ. അപ്പൊ നമ്മള് ആസ് എ തജ്വീദ് സ്റ്റുഡന്റ് ഹിഫ്ള് ചെയ്യുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം. നമ്മുടെ മൈൻഡില് എല്ലാം വർക്ക് ചെയ്യണം, മനസ്സിലായ? റിസൈറ്റിങ് നമ്മളെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ ആയത്ത് എഴുതിയ പോലെ ഫീൽ ചെയ്തിട്ട് തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജിൽ ഇങ്ങനെ നമ്മൾ ഓതി പഠിക്കണം. പറ്റൂല എല്ലാവർക്കും? യെസ് ഓർ നോ?
യെസ്, ട്രൈ ചെയ്താൽ Yes, പറ്റും. ഇവിടെ നോക്കിയാ ഇന്നഹ, ഇവിടെ ഏതാ റൂള് വരുന്നത്? عليهم إدغام ആ ഇതാണ് ഇദ്ഗാം ശഫവി. ക്ലിയർ നോ എവരിവൺ? ഇങ്ങനെയാണ് നിങ്ങൾ ഓരോ റൂൾസും കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായ? നമുക്കൊന്ന് റോന്റെ റൂൾസ് നോക്കിയാലോ. നാറുല്ലാഹി. റോ ഇസ് ഹെവി ഓർ ലൈറ്റ് ഇൻ റോ? നാർ heavy വെരി ഗുഡ്. അത് റോക്കെ റോ ഹെവി ഓർ ലൈറ്റ്? heavy ഹെവി. യെസ്, മാഷാഅല്ലാ, വെരി ഗുഡ്. നെക്സ്റ്റ്. heavy ഓക്കെ, ഇവിടെ നോക്കിയാ നിങ്ങള് സൂറത്തുൽ അസ്ർ. വൽ അസ്ർ. അസ്ർ എന്ന് പറഞ്ഞ റോയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന വിചാരിച്ചോ. റോയിന് സുക്കൂന വരാം. അപ്പൊ heavy or light? Look at the letter before. That is a sod with a sukoon. അപ്പൊ നമ്മൾ നോക്കും again. Look at the letter before. Ain with a fatha. So what is the ra? Heavy or light? heavy ആ, അത് സുക്കൂന് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇങ്ങനെയാ നമ്മൾ ഒന്നെങ്കിലോ വല്ലസ്രി ഇന്നൽ ഇൻസാന Light. ലൈറ്റ്. ബിക്കോസ് റോവിത്തെ കെസ്ര അതിന് മുമ്പ് സുക്കൂനുണ്ട്. നമ്മൾ ഒന്നിച്ച് ഒന്നാണെങ്കിൽ കേട്ടാ. വല്ലസ്രി ഇന്നൽ ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ ഒന്നില്ല. നമ്മൾ മോസ്റ്റ്ലി വല്ലാസ്ർ. സോ റോ സുക്കൂനായി. അപ്പൊ ഇതെങ്ങനെയായിരുന്നു? ഹുസ്രിൻ ഓതുമ്പോ ഹുസ്രിൻ ഒന്നാണെങ്കിൽ ലൈറ്റ് ആണോ ഹെവി ആണോ? Light. ലൈറ്റ് ആയിരിക്കും. വൈ റോവിത്തെ കെസ്രത്തേൻ. നമ്മൾ സുക്കൂന് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യുന്നാണെങ്കിലോ ഹുസ്ർ Heavy out. ഹെവി ആകും. വെരി ഗുഡ്. ബിസ്വബരി. ഹെവി ഓർ ലൈറ്റ്? ലൈറ്റ് ആയിരിക്കും. ബിസ്വബർ Heavy. ഹെവി. ഇങ്ങനെയാണ് നിങ്ങളെ റോന്റെ റൂൾസ്. ഇവിടെ നോക്കിയാ ഹത്ത സുർതുമുൽ. റോ ഹെവി ഓർ ലൈറ്റ്? Heavy. ഹെവി. തകാസുറു ആണ്. Heavy. Is it heavy or light? Heavy. ഹെവി. വെരി ഗുഡ്. അപ്പൊ ക്ലിയർ ആയില്ലേ? മാഷാഅല്ലാ. എല്ലാവർക്കും മനസ്സിലായ? അൽ ഖാരിഅ. Is it light or heavy? Light. ലൈറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, മാഷാഅല്ലാ. ഇത് മതി ടീച്ചറിന്. ഇതാ വേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ചിട്ട് അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് ശരിക്കും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഓതാം. ഓക്കെ, സോ ഇൻഷാല്ലാ വിൽ വൈൻഡ് അപ്പ് ദ ക്ലാസ്. നാളെ നമ്മൾ പുതിയ റൂൾസ് തുടങ്ങും. ഓക്കെ, നൂൻ സാക്കിൻ റൂൾസ്. ഓക്കെ ഡിയേഴ്സ്, സോ ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Walaikum assalam.